കുറച്ചു കാലം കൂടി നമ്മളെല്ലാം മനസ്സിലിട്ട് നീട്ടേണ്ടി വരും. അതിനിടയിൽ ഡോക്ടർ ഇന്ദുവിനെ പോലെ സത്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും വന്ന് എല്ലാം ഒരു നിമിഷം കൊണ്ട് വെളിപ്പെടുത്തിയാല് കുഴപ്പങ്ങൾ ഉണ്ടാവുക. അതിന് ഡോക്ടർ ഇന്ദുവിനല്ലാതെ വേറെ ആർക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയ കാര്യം അറിയാവുന്നത്? എന്ന് ചോദിച്ചാ അന്ന് എന്റെ ഡെലിവറി എടുത്തതും ദുർഗേച്ചിയെ സിസേറിയൻ ചെയ്തതും ഡോക്ടർ ഇന്ദു മാത്രമല്ലല്ലോ. ജൂനിയർ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പലർക്കും നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയ കാര്യം അറിയാം. പക്ഷേ അത് ദുർഗേച്ചിയുടെ മാനസികാവസ്ഥ പരിഗണിച്ച് ബന്ധുക്കളായി നമ്മൾ തൽക്കാലത്തേക്കൊരു ത്യാഗം ചെയ്തതായിട്ടാ അവരൊക്കെ കണ്ടത്. എന്നാൽ ഇപ്പോഴും അന്ന് സംഭവിച്ചതുപോലെ തന്നെയാ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് അവരാരെങ്കിലും അറിഞ്ഞ് ഇന്ദു ഡോക്ടറെ പോലെ അവരത് മൂടിവെക്കണമെന്നില്ല. നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലേ പ്രിയ? അങ്ങനെ ആരും ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് ചൂഴ്ന്നു നോക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാലും ഇന്ദു ഡോക്ടറെ പോലെ കൃത്യമായ എവിഡൻസ് കൊടുക്കാൻ ആർക്ക് പറ്റും? അതൊക്കെ പറ്റും ചേട്ടാ. അന്ന് ഡോക്ടർ പറഞ്ഞത് ചേട്ടൻ മറന്നോ? എന്റെ കാതിൽ ഇപ്പോഴും അവരുടെ വാക്കുകൾ മുഴങ്ങുന്നുണ്ട്. ഇതിപ്പോ ദുർഗയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്നതൊരു ത്യാഗമായി കണ്ട് ഞാൻ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാം. ബട്ട് ഹോസ്പിറ്റൽ ഫയലിൽ ദുർഗ പ്രസവിച്ചത് പെൺകുഞ്ഞും പ്രിയ പ്രസവിച്ചത് ആൺകുഞ്ഞും തന്നെയായിരുന്നു. ഹോസ്പിറ്റൽ റെക്കോർഡ്സിലുള്ളതിനേക്കാൾ വലിയ തെളിവ് വേറെ എന്തു വേണം? ശരിയാ, അത് ഞാൻ മറന്നു. എന്തായാലും അങ്ങനെ ഒരു രേഖ അവിടെ ഉണ്ടല്ലോ. ചിലപ്പോ നാളെ അത് നമുക്ക് തന്നെ ആവശ്യം വന്നെന്നിരിക്കും. അതെ, നമ്മളിലൂടെ ആയിരിക്കുമല്ലോ എന്നെങ്കിലും ആ സത്യം മറ്റുള്ളവരറിയുന്നത്. അപ്പോ നമ്മുടെ വാക്ക് വിശ്വസിക്കാൻ തയ്യാറാകാത്തവർക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു തെളിവ് വേണം. ഡോക്ടർ ഇന്ദു നമുക്കൊരു തലവേദന ആകുന്നുള്ള പേടിയൊന്നും വേണ്ട. തുളസി അവർക്ക് പുറകെ നടന്നൊന്നും കുത്തിയിളക്കാതെ നോക്കിയാൽ മതി. ചില മനസ്സമാധാനക്കേട് നമുക്ക് വിധിച്ചിട്ടുള്ളതാ ചേട്ടാ. കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നതയും കുടുംബത്തിൽ ശത്രുക്കൾ ഉണ്ടാവുന്നതുമൊക്കെ ചില രാശിദോഷങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ഒന്ന് അറിഞ്ഞു നോക്കിയാലോ? ഏത് ദോഷത്തിനും ഒരു പരിഹാരം ഇല്ലാതിരിക്കോ? കാവിലും കുടുംബക്ഷേത്രത്തിലും ഒക്കെ മുടങ്ങാതെ പ്രാർത്ഥനയും പൂജകളും ഒക്കെ നടത്തുന്നില്ലേ? അതിലപ്പുറം മുടങ്ങിപ്പോയ കുടുംബ പൂജയും കാവിലെ നാഗപ്രീതിയും ഒക്കെ ദേവമംഗലത്തുള്ളവരുടെ നേർച്ചയായിരുന്നില്ലേ? നമ്മളും അതിൽ പെട്ടതാണെങ്കിലും ജയേട്ടനും ഞാനും തുളസിമോളും അടങ്ങുന്നൊരു കുടുംബം നമുക്ക് മാത്രമായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ദോഷമുണ്ടോന്നറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യണം ജയേട്ട. ചിലപ്പോ അതോടെ തുളസിയുടെയും ആദിയുടെയും കാര്യത്തിനടക്കം ഒരു തീരുമാനം ആയിക്കൂടുന്നില്ല. നിനക്ക് അങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. നമുക്ക് നാളെ തന്നെ നല്ലൊരു ജ്യോത്സ്യരെ കാണാം. ശുക്ലാംബരധരം ബുധദശയിൽ ശനിയുടെ അപഹാരം. കർക്കിടക സംക്രമം കൂടിയാകുമ്പോൾ ദോഷഫലം കൂടും. പ്രശ്നചിന്തയ്ക്ക് തോന്നിയത്
ദൈവകടാക്ഷം കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാണെന്ന് കരുതാം. സർവകാര്യ വിഘ്നം, രോഗദുരിതം, സന്താന ദുഃഖം, ശത്രുപീഡ. ഒരു വലിയ ആപത്തിൽ നിന്ന് സന്തതി കരകയറിയതായിട്ട് കാണുന്നു. അങ്ങനെ എന്തെങ്കിലും? പറയൂ. ഓ, ഞങ്ങളുടെ മോള് ഒരു ആക്സിഡന്റിൽ പെട്ടിരുന്നു. ഹെഡ് ഇഞ്ചുറി വരെ ഉണ്ടായി. എങ്കിലും രക്ഷപ്പെട്ടു. മകളല്ലല്ലോ. രാശിപ്രകാരം നിങ്ങൾക്ക് പുത്രയോഗമാണല്ലോ കാണുന്നത്. മകളെ കൂടാതെ ജനിക്കുന്നതിന് മുൻപ് എന്ന് വെച്ചാൽ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങളുടെ ആരുടെയോ ജാതകം കുറിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുത്രന് സമാനമായ പുത്രിയായിരിക്കണം. എന്നുവെച്ചാൽ രൂപത്തിലോ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ആണിന്റെ ലക്ഷണം അവളിൽ കാണണം. അത് ശരിയാണ്. ഞങ്ങളുടെ മകള് ഒരു ചുണക്കുട്ടിയാണ്. ആൺകുട്ടികളെ പോലെ തൻ്റെ ഇടവും ഉത്സാഹവും ഉള്ളവളാണ്. ഞങ്ങൾക്ക് ഒരു മകന്റെ ധൈര്യമാണ് പലപ്പോഴും അവൾ തരുന്നത്. അല്ലേ പ്രിയ? അതെ. പുത്രഭാഗ്യത്തോടൊപ്പം പുത്രീതുല്യായ അവളുടെ പരിചരണത്തിനും ഭാഗ്യമുള്ള ജാതകമാണ് രണ്ടുപേരുടെയും. അത് ചിലപ്പോൾ മരുമകളാകാം, മറ്റാരെങ്കിലും ആകാം. അതിപ്പോഴും അനുഭവത്തിൽ കാണാനുമുണ്ട്. എന്തുണ്ടായാലും സമയദോഷവും ശത്രുദോഷവും സർവ്വവിഘ്നങ്ങൾക്കും കാരണമാകും. ആരൂഢത്തിലാണ് ശത്രു. കുടുംബത്തിലെ ശത്രു കുഴിയിൽ വരെയെന്ന പരിഹാരം ചെയ്തു മാറ്റിയില്ലെങ്കിൽ മരണം വരെ ആ ശത്രു ദോഷം ചെയ്യുമെന്നർത്ഥം. ദൈവകടാക്ഷം ഉള്ളതുകൊണ്ട് വലിയ തിരിച്ചടികൾ തൽക്കാലം ഉണ്ടാവില്ല. എന്നാൽ മനഃശാന്തി ലഭിക്കില്ല. ഒന്നിനും ഒരു പൂർണ്ണതയും കാണില്ല. സന്താനത്തിന് അലച്ചിലും പരാജയഭീതിയും ഉണ്ടാവും. പരിഹാര കർമ്മങ്ങൾ ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാൻ ജോത്സരെ, എന്തു വേണമെങ്കിലും ചെയ്യാം. കുടുംബത്തിലെ സ്വസ്ഥതക്കുറവിനും കെട്ടുറപ്പില്ലായ്മയ്ക്കും വീട്ടിൽ തന്നെ കർമ്മം ചെയ്യുന്നതാ ഉത്തമം. അല്ല, അതിന് കഴിയില്ലെങ്കിൽ ക്ഷേത്രത്തിലും ആവാം. വീട്ടിൽ ചെയ്യാനും ഞങ്ങൾ ഒരുക്കുക. എല്ലാം ജ്യോത്സ്യർ പറയുന്ന പോലെ. എങ്കിൽ വീട്ടിൽ തന്നെ ആവാം. ജയശീലിന്റെ കുടുംബത്തിൽ അടുത്ത രക്തബന്ധമെന്ന് പറയാൻ ആരൊക്കെയുണ്ട്? എൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയതാ. കൂടപ്പിറപ്പുകളൊന്നുമില്ല. ചെറുപ്പത്തിലെ പ്രിയയുടെ കുടുംബത്തോടൊപ്പമായിരുന്നു ഞാൻ. കൃഷ്ണപ്രിയയ്ക്കിപ്പോൾ ആരൊക്കെയുണ്ട്? അമ്മയും ഏട്ടനും ഉണ്ട്. മതി. അവരെയും കൂടെയുള്ള കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചു വരുത്തി നിങ്ങളുടെ വീട്ടിൽ ദോഷപരിഹാര പൂജയും പ്രസാദ ഊട്ടും നടത്തണം. പൂജയിൽ പങ്കെടുത്ത് എല്ലാവരും പ്രസാദ സദ്യ ഉണ്ട് സന്തോഷത്തോടെ മടങ്ങണം. ദോഷങ്ങളുടെ കാഠിന്യം പാതി കുറഞ്ഞു കിട്ടും. എന്താ, ഏറ്റവും അടുത്ത ദിവസത്തേക്ക് തന്നെ പൂജയ്ക്കുള്ള ചാർത്ത് എഴുതട്ടെ? എഴുതിക്കൊള്ളൂ.
ജയേട്ടാ, ഇത്ര നല്ലൊരു ജോത്സ്യരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ജനിച്ചത് മകളല്ല മകനാണെന്ന് വരെ പറഞ്ഞില്ലേ? അതെ, അത് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. പക്ഷേ സന്താനത്തിന് അപകടം ഉണ്ടായെന്ന് പറഞ്ഞത് ആദിമോൻ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലെന്ന് ആരാ പറഞ്ഞേ? അന്ന് ദുർഗേച്ചി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ പോയത് അപകടമല്ലേ? അവരന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ മകനെ അന്ന് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. എന്നെ ഈ രീതിയിൽ ശിക്ഷിക്കാൻ അമ്മയെ ഞാൻ സമ്മതിക്കില്ല. അമ്മ തീ കൊളുത്തിയ അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാനും ആ തീയിൽ അമരും. അപ്പോ ഈ ജോത്സ്യരെ സമ്മതിച്ചേ പറ്റൂ. വേഗം വാ, നമുക്ക് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഉടനെ തുടങ്ങണം. അയ്യോ, ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം. നമ്മുടെ വീട്ടില് സന്തോഷ സമാധാനം കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാ. അല്ലാതെ അതൊന്നും വീട്ടിൽ പൂജ നടത്തി ഉണ്ടാക്കേണ്ടതല്ല. അമ്പലത്തിൽ പോകുന്നതും അവിടെ പൂജ നടത്തുന്നതും മനസ്സിലാക്കാം. ഇതിന്റെ പേര് പക്ഷെ അന്ധവിശ്വാസം എന്നാ. ഏതോ ഒരു ജോത്സ്യന്റെ ഉപദേശം കേട്ടോണ്ട് വന്നിരിക്കുന്നു. എനിക്കിത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. നിന്റെ അംഗീകാരം ആർക്ക് വേണോടി? നിന്നോടെല്ലാം പറഞ്ഞതാണോ ഇപ്പൊ കുഴപ്പമായത്? ഞങ്ങൾ ഇവിടെ പൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ആയിക്കോ, നടത്തിക്കോ. പക്ഷെ ഈ തുളസി ഒന്നിനും നോക്കണ്ട. അന്ന് ഞാൻ ഈ പരിസരത്തെ കാണില്ല. പോലീസുകാരുടെ വീട്ടിൽ മന്ത്രവാദം ആരും കേക്കണ്ട. മന്ത്രവാദോ? ഏയ്, ഇത് മന്ത്രവാദമൊന്നും അല്ല മോളെ. സ്നേഹബന്ധവും കുടുംബ ബന്ധവും ഊട്ടി ഉറപ്പിക്കുന്ന ലളിതമായൊരു പൂജ മാത്രം. അതിനുശേഷം വേണ്ടപ്പെട്ട എല്ലാവർക്കുമായി ഒരു പ്രസാദ സദ്യയും, അത്രേ ഉള്ളൂ. നീ ഇപ്പൊ ആലോചിച്ചത് ദുർഗാമ്മയെ നീ ഇവിടെ വരുത്തി സദ്യ കഴിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചതല്ലേ? വേണമെങ്കിൽ ഇത് നീ അതിനുള്ളൊരു അവസരമായിട്ട് കണ്ടോ, അല്ലേ പ്രിയ? അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷേ ചടങ്ങിന് നിർബന്ധമായിട്ട് എത്തേണ്ടത് പ്രസാദേട്ടനും ആദിയും. അവർക്ക് വരാൻ താല്പര്യം കാണും. പക്ഷേ ദുർഗാമ്മ പങ്കെടുക്കാത്ത ചടങ്ങിന് അവരെങ്ങനെ വരും? അത് തന്നെയാ പ്രശ്നം. നീ അപമാനിച്ചു വിട്ട സ്ഥിതിക്ക് ദുർഗേച്ചി എന്തായാലും ഇവിടെ വരാൻ ഒരു സാധ്യതയില്ല. പ്രസാദേട്ടനും ആദ്യം വരുന്നത് അവര് തടയുകയും ചെയ്യും. പിന്നെ എങ്ങനെ പൂജയും പ്രസാദകൂട്ടും നടത്തും? എല്ലാത്തിനും വഴിയുണ്ടാക്കുന്നവളല്ലേ നീ. ഇതിന് ഒരു വഴി നീ തന്നെ കണ്ടെത്തി താ മോളെ. ഈ പൂജ നടത്തണമെന്നേ അച്ഛനും അമ്മയ്ക്ക് നിർബന്ധമാണോ? അതെ മോളെ, ഈ പൂജയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നീയും അത് വിശ്വസിച്ച് കൂടെ നിൽക്കണം. എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ അച്ഛന്റെ അമ്മയുടെ വിശ്വാസത്തിന്റെ കൂടെ എനിക്ക് നിന്നല്ലേ പറ്റൂ. അമ്മേ, നിങ്ങൾ പൂജയും പ്രസാദൂട്ടും തീരുമാനിച്ചോ? ദുർഗാമ്മയും മാമനും ആദിയും അതിൽ പങ്കെടുത്തിരിക്കും. ഈ തുളസി അവരെ പങ്കെടുപ്പിച്ചിരിക്കും. ഇതങ്ങ് ഫോർവേഡ് ചെയ്തോ. ശരി സാർ. May I come in, sir? യെസ്. ഇതാരാ ഇത്? വരണം വരണം. നിന്റെ അച്ഛനെന്നേ മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിയില്ല. എടി, എന്റെ അച്ഛനെ കാണാൻ ഞാൻ ഇവിടെ വരുമോ? അച്ഛൻ എന്റെ വീട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ഓ, ചുമ്മാ പറഞ്ഞതാണേ. എന്താണാവോ ഈ വരവന്റെ ഉദ്ദേശം?
ആദിക്കെതിരെ പുതിയ വല്ല പരാതി? ഏയ് അതൊരു പാവം. അവന് ഞാൻ നിരുപാധികം മാപ്പ് കൊടുത്തു. പുതിയ പരാതി ചിലപ്പോ അവന്റെ അമ്മയ്ക്കെതിരെയാവും അല്ലേ? അയ്യടാ, അങ്ങനെ ഇപ്പോ എന്നെ വെറും ഒരു പരാതിക്കാരിയായി മാത്രം കാണണ്ട. ഇപ്പൊ ഞാൻ വന്നതേ മാമനൊരു സർപ്രൈസ് ആയിട്ടാ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിന് നിന്റെ കയ്യിൽ എന്റെ അനിയത്തി ഒന്നും പലഹാരം ഒന്നും കാണുന്നില്ലല്ലോ. പലഹാരല്ല, അനിയത്തിയെ തന്നെ തരാം. എന്താ? പ്രിയ വന്നിട്ടുണ്ടോ? വിളിക്കട്ടെ ഞാൻ? ആ വിളിക്കേ. എന്താ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അധികാരത്തോടെ കേറി വരണ്ട നിന്റെ ഏട്ടന്റെ മുറിയിലേക്ക്. ഓക്കെ, ഏട്ടന്റെ മരുമകളുടെ ഡയറക്ഷൻ അല്ലേ? എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? നീ വല്ലാതെ ക്ഷീണിച്ചു പോയോടി. ഏട്ടനും അതെ, കുറെ നാളെ കാണാതിരുന്നോണ്ട് ഏട്ടന് തോന്നുന്നതാ. വാ ഇരിക്കേ. വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ? അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വരാതിരുന്നത്. സാരല്ല ഏട്ടാ, ഏട്ടന്റെ പ്രയാസം എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ തുളസി നിർബന്ധിച്ചപ്പോ ഞാൻ കൂടെ വന്നത്. നന്നായി, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അമ്മയെ കൊണ്ടുവന്നതിനെ താങ്ക്സ് ഉണ്ടടി അടയ്ക്കുരുവി. ഇനി പറ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഞാൻ പറയാം. മാമൻ ഒരു ദിവസം ദുർഗാമ്മയും ആദ്യം കൂട്ടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കണം. സദ്യയോ? അതിനും അവിടെ എന്താ വിശേഷം? വിശേഷം ഉണ്ടെങ്കിലേ സദ്യ ഒരുക്കാവുന്നുണ്ടോ? ദുർഗാമ്മയ്ക്കൊരു വിരുന്ന് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതൊന്ന് സാധിപ്പിച്ചു താ മാമ, പ്ലീസ്. എന്തൊക്കെയാടി നിന്റെ ഈ മോള് പറയുന്നത്? ഇവളുടെ ഉദ്ദേശം വേറെയാ. ഏട്ടൻ അതൊന്നും കാര്യാക്കണ്ട. വീട്ടിലെ ചെറിയൊരു പൂജയുണ്ട്. അതിലേട്ടനും കുടുംബവും പങ്കെടുത്ത് ദേവി പ്രസാദം കഴിക്കണം. അതിന് ഇവള് സദ്യ എന്ന് പറയുന്നത്. അല്ല, പെട്ടെന്നൊരു പൂജയൊക്കെ വെക്കാൻ എന്താ? അത് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളല്ലേ ഏട്ടാ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോന്നറിയാൻ ഞാനും ജേട്ടനും കൂടി ഒരു ജോത്സ്യരെ പോയി കണ്ടിരുന്നു. കുടുംബത്തിലെ സ്വസ്ഥതക്കുറവിനും കെട്ടുറപ്പില്ലായ്മയ്ക്കും വീട്ടിൽ തന്നെ കർമ്മം ചെയ്യുന്നതാ ഉത്തമം. കൃഷ്ണപ്രിയയ്ക്കിപ്പോ ആരൊക്കെയുണ്ട്? അമ്മയും ഏട്ടനും ഉണ്ട്. അവരെയും കൂടെയുള്ള കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചു വരുത്തി നിങ്ങളുടെ വീട്ടിൽ ദോഷപരിഹാര പൂജയും പ്രസാദ ഊട്ടും നടത്തണം. വീട്ടിൽ വന്ന് ക്ഷണിക്കേണ്ടതാ. പക്ഷേ ദുർഗേച്ചി എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ. 2 ദിവസം മുമ്പ് ദുർഗേച്ചി വീട്ടിൽ വന്നപ്പോഴും തുളസിയുമായി ഉടക്കിയിട്ടാ പോയത്. 2 ദിവസം മുമ്പ് ദുർഗ അവിടെ വന്നെന്നോ? എന്തിന്? അത് വെറുതെ വന്നതാ ഏട്ടാ. ജയേട്ടന്റെ ട്രാൻസ്ഫർ പിൻവലിച്ചത് ഞങ്ങളെ ഓർത്തിട്ടല്ലെന്നും പ്രസാദേട്ടനെ വിഷമിപ്പിക്കരുതെന്ന് കരുതി മാത്രമാണെന്നും പറഞ്ഞു. ഏട്ടനോട് ദുർഗേച്ചിക്കുള്ള സ്നേഹവും ആദരവും ചെറുതൊന്നുമല്ല, ഒക്കെ മനസ്സിലാണെന്ന് മാത്രം. അതുകൊണ്ട് ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞ ദുർഗേച്ചി വരൂന്ന് തന്നെ എന്റെ വിശ്വാസം. ഞാൻ സംസാരിച്ചു നോക്കാം പ്രിയ. കർക്കിടകത്തിലെ വെയിലും മഴയും പോലെ അവളുടെ സ്വഭാവം. എപ്പോ പെയ്യുമെന്നോ എപ്പോ തെളിയുമെന്നോ പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ദുർഗാമ്മയെ കൊണ്ടുവന്നേ പറ്റൂ മാമ. ഇല്ലെങ്കിൽ പൂജയൊക്കെ വെറുതെ ആവും. ഞാൻ അമ്മയെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നതും വെറുതെ ആവില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ തുളസി? ഏട്ടൻ ഇതിൽ കൂടുതൽ നിർബന്ധിക്കണ്ട.
ദുർഗേച്ചിയെ വെറുപ്പിച്ചുകൊണ്ടൊന്നും വേണ്ട ഏട്ടാ, അത് അപകടമാ. അന്ന് ചേച്ചി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ നിന്നതും ഏട്ടനും ആദ്യം അതിനു മുന്നിൽ നിസ്സഹായരായി പോയതും ഒക്കെ ഞാൻ നേരിൽ കണ്ടതല്ലേ. പ്രിയ, നീ അന്ന് അവിടെ ഉണ്ടായിരുന്നു ഏട്ടാ. ദുർഗേച്ചി അതുപോലെ വരം വാങ്ങുന്നിടത്തെല്ലാം ദൈവം എന്നെ എത്തിക്കാറുണ്ട്. ഇനിയും ഏട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. എന്തായാലും പൂജ മുടക്കണ്ട പ്രിയ. ദുർഗ വന്നില്ലെങ്കിലും അവളുടെ അനുവാദത്തോടെ ഞാനെങ്കിലും വരാൻ നോക്കാം. അതുപോലെ മാമ മനസ്സ് വെച്ചാ ദുർഗമ്മയെ കൊണ്ടുവരാനൊക്കെ പറ്റും. വേണമെങ്കിൽ ആദ്യം കൊണ്ടുകൂടി ഞാൻ ദുർഗമ്മയെ പ്രഷർ ചെയ്യിക്കാം. ആഹാ, നീ അവനെ എന്നെ കൂടെ ഒരുമിച്ച് കുഴപ്പത്തിലാക്കുകയാണല്ലോ. സാരമില്ല, ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ടു. താങ്ക് യു മാമ. എന്നാ ഇറങ്ങ. ശരി ഏട്ടാ, വാ മോളെ. പോയിട്ടു. ശരി. ടാറ്റാ, പോട്ടെ. അടി അടയ്ക്ക.